മക്കളെ മക്കളെ പെട്ടു. വല്ലാത്തൊരു പെടൽ. മിഞ്ഞാന്ന് പെയ്ത മഴ. മിഞ്ഞാന്ന് ആകെ 24 മണിക്കൂറേ പെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പുകിലാണ് ഇപ്പോൾ ഈ കാണേണ്ടത്. ഇന്ന് ഡ്യൂട്ടിക്കാണ് ഇറങ്ങിയതാണ്. ഫസ്റ്റ് ഓർഡർ കൊണ്ടേ കൊടുത്തപ്പോൾ ഇതാണ് സ്ഥിതി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓർഡർ കൊണ്ടേ കൊടുക്കണം. കണ്ടോ, രണ്ടാമത്തെ ഓർഡർ കൊണ്ടേ കൊടുത്തപ്പോഴും അവിടെയും ഈ റോഡിങ്ങനെ എങ്ങനെ പോകും? എന്നിട്ട് നമ്മൾ പോയി. കാരണം ഈ കാറുകളൊക്കെ പോകേണ്ട രീതിയിൽ നമ്മളൊരു എന്തായാലും ഇതൊക്കെയാണ് ഒരു പെടൽ. ഇത് കഴിഞ്ഞ് വേറെ ഡെലിവറിക്ക് പോയ ശരിയാണിത്. വേറെ ഡെലിവറിക്ക് പോയടുത്ത് പിന്നെ വണ്ടിയേ പോകില്ല. ഒരു വണ്ടി പോവാത്ത സ്ഥലം. ഇന്നെപ്പോലെ തന്നെ കുറച്ച് ടീമുകൾ അവിടെ ഓർഡറും കൊണ്ട് നിൽക്കണേ. കാരണം നമുക്ക് പോകാനുള്ള റൂട്ട് ഇതാണ്. ഇതിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റി വളഞ്ഞു പോകണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് നിൽക്കണം, ആലോചിച്ച് നിൽക്കുക. പിന്നെ മറ്റേ യാത്രക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓല് ഇതേപോലെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. കണ്ടില്ല, അവിടെ ഒരു പിക്കപ്പ് കണ്ടില്ല, പിക്കപ്പ് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. പിന്നെ മറ്റേ റോട്ടിൽ കൂടെ ഇങ്ങനെ വലിയ വലിയ വണ്ടികൾ ഇങ്ങനെ ആ റോട്ടിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ സർവീസ് റോഡാണ് ഇപ്പോൾ മൂടി കിടക്കുന്നത്. ഈ കാറാരം പോണ് കണ്ടില്ലേ? ഈ ഫോണ് കണ്ട് ഞങ്ങൾ കൂടെ ഒരു ചങ്ങായിണ്ട്. ആ ചങ്ങായിന് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ മൂപ്പിച്ച് കൊമ്പത്തേക്കാണ് കയറ്റിക്കണേ. ഇനി ഓൻ പോകുമെന്നറിയില്ല. ഓൻ പോവാൻ നോക്കുക. ഒരു ബൈക്കാരനതാ ഇവനെ മൂപ്പിച്ച് കൊണ്ടാണ് കൊമ്പത്തേക്കാണ് കയറ്റിക്കണു. ഓൻ പോവുണ്ടോന്ന് നോക്കുക. പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം എന്തായിരിക്കും സ്ഥിതിന്ന്. എവിടെത്തും, കുടുങ്ങോ ഇല്ലയെന്ന് നോക്കാം. കുടുങ്ങിയിട്ടില്ലെങ്കിൽ ഓൻ ലെക്ക്, ഓൻ അവിടെ എത്തി, അപ്പുറത്തേക്ക് എത്തി. പോയി, ചെക്കൻ പോയി. കണ്ടില്ലേ, ചെക്കൻ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ സംഭവിക്കൊന്നും പറയാൻ പറ്റൂല. എന്തായാലും ഫോണുണ്ട്. ഏതായാലും അവിടെ എത്തിയാൽ ഓൻ ഓക്കെയാണ്, ക്ലിക്കായി. നമുക്ക് നോക്കിയാൽ ഏത് വരെ പോകുന്നത്. എന്തായാലും അതവിടെ കഴിഞ്ഞു. ഇത് വേറെ ഡെലിവറിക്ക് പോയതാണ് സ്ഥിതി. കണ്ടില്ലേ, ഇതാണ് വേറെ സ്ഥലത്ത്. അതായത് ദുബായിൻ്റെ ചുറ്റും സത്യം പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കണം ഇപ്പോൾ. അതായത് എങ്ങനെ ഏത് ഭാഗത്തു കൂടെ പോയാലും നമ്മൾ വള്ളത്തേക്ക് അടുത്തുള്ളൂ. കാരണം ഇതൊക്കെ മെയിൻ റോഡിലാണ് സംഭവം. ഈ ചെറിയ ചെറിയ പോക്കറ്റ് റോഡല്ല. കണ്ടില്ല, ഇതൊക്കെ ഈ മിനിഞ്ഞാന്ന് പെയ്ത വെള്ളത്തിൽ കുടുങ്ങിയ കാറുകളാണ് ഇതൊക്കെ. അതായത് ഇന്ന് കുടുങ്ങിയതല്ല, മിനിഞ്ഞാന്ന് കുടുങ്ങിയ വണ്ടികൾ. അല്ല, ഈ സൈഡിൽ കൂടെ പോകുന്നതാണ് ഇപ്പോൾ ഒരു വഴിയുള്ളൂ. വണ്ടികളൊക്കെ പോകുന്നതൊക്കെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ. കാരണം ഈ സൈഡിലൊക്കെ കുറച്ച് വെള്ളം താന്നിക്കണം, സെൻറ്ററിലൊക്കെ വെള്ളമുണ്ട്. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇതിൽ കൂടെ തന്നെ പോകാനേ പറ്റുള്ളൂ ഈ ഡെലിവറി കൊണ്ട്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. കാരണം വേറെ വഴിയേ വരുന്നത്, ഇത് മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡ് ഇതിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യണം. കാരണം വേറൊരു പോക്കറ്റ് റോഡോ ഒന്നും ഈ ഭാഗത്തേക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ വേറെ സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി. അതായത് 2 റോഡുണ്ട്. ഈ വരുന്ന റോട്ടിൽ നിന്ന് വണ്ടി അങ്ങോട്ടും കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടി പോകുന്നുണ്ട്, പക്ഷെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ ഈ റോട്ടിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട റോഡ് ഇതിപ്പോൾ ഈ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് വളഞ്ഞ് മൂക്കുടിച്ച് പോകണം. കുറച്ച് ലോങ്ങാണ് ഈ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ. പക്ഷേ ഈ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തും ഈ റോട്ടിൽ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ഈ റോട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കാം, എന്താ അവിടുത്തെ സ്ഥിതി നോക്കാം. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ആ മെയിൻ റോഡിലേക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ ബസ് വരെ പോകാൻ പറ്റാത്ത അവസ്ഥ. ബസ് വരെ ഇപ്പോൾ യൂട്ടെടുത്ത് പോകണം ഇവിടെ നിന്ന് തന്നെ. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ആ റോഡിൻ്റെ നടുവിൽ വണ്ടികൾ കിടക്കുന്നത്.
കാരണം ഈ ബസ്സിന് പോകാനുള്ള വെള്ളമുള്ളൂ അവിടെ സത്യം പറഞ്ഞാൽ. കാരണം ബസ്സിൻ്റെ ഒരു പകുതി വെള്ളം ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബസ് എങ്ങനെ പോകും? റോട്ടിൻ്റെ സെൻറ്ററിൽ ഫുള്ള് വണ്ടികൾ വിലങ്ങനെ കുടുങ്ങി കടുത്തുകയാണ്. വണ്ടികളൊന്ന് മാറിയാലല്ലേ, വണ്ടികൾക്കൊന്ന് മാറ്റം കിട്ടിയാലല്ലേ നമുക്ക് പോകാൻ ഗ്യാപ്പുള്ളൂ. അപ്പോൾ അത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാ വണ്ടികളും ഇതുവരെ വന്നിട്ട് തിരിച്ചു പോവാം. കാരണം ഇനിയിപ്പോൾ ആ വണ്ടികൾ മാറ്റണം. വണ്ടി മാറ്റണം വെച്ചാൽ ആദ്യം വെള്ളം ഫുള്ള് വറ്റണം. വെള്ളം വറ്റണില്ലെങ്കിൽ നമ്മൾ ഇവിടെ ടാങ്കർ റോഡ് എന്നിക്കാണ്ട് വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വെള്ളം കമ്മിയാക്കിയതിന് ശേഷം വണ്ടികൾ മാറ്റിയിട്ടേ ഈ റോഡ് ഇവിടെ തുറക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിൽ കൂടെ ഒരു വണ്ടിയും പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ വണ്ടിക്കാരും ഇവിടെ വന്നിക്കാണ്ട് തിരിച്ച് പോവുക, അതേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ പോകണമെന്ന് വെച്ചാൽ മറ്റേ റോട്ടിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആ റോട്ടിൽ കൂടെ പോയിക്കാണ്ട് കാണാം. എന്തായാലും ഇന്നത്തെ സ്ഥിതി വല്ലാത്തൊരു അനുഭവം തന്നെ. ഏത് റോട്ടിൽ കൂടെ പോയാലും വെള്ളക്കെട്ട്. ഇപ്പോൾ എനിക്ക് ഇതിൽ കൂടെ പോകാനുള്ളതാണ് റോഡ്. ഇതാണ് റോഡ്. അപ്പോൾ ആ റോട്ടിലുള്ള വെള്ളം കണ്ടില്ലേ? അതായത് ഇതാണ് റോഡ്, ഇതാണ് റോഡ്. പക്ഷേ വണ്ടികൾ വരെ അവിടെ പൂണ്ട് കിടക്കുക. എങ്ങനെ ഇപ്പം നമ്മൾ ധൈര്യത്തിൽ പോവും? എന്നിട്ടിപ്പോൾ കാറുകളൊക്കെ ഇതിൽ കൂടെ പോകണത്, ഈ കച്ചി കൂടെ പോയിക്കാണ്ട് അവിടെ റോഡായി. എൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ വണ്ടികൾ പോയി ഇപ്പോൾ ഒരു വയ്യായി. ഇനിയിപ്പോൾ അതിൽ പോകണം. എന്തായാലും ഇന്നത്തെ ഓട്ടം നിർത്താം, അതാണ് നല്ലത്. കാരണം ഉച്ച വരെ ഓടാം. കാരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം നമ്മൾ ഫുള്ള് വട്ടം ചുറ്റി നടക്കണേ. ദുബായ് മൊത്തം വട്ടം ചുറ്റുക, ഒരു കാര്യം നടക്കണില്ല, കുറേ ഓടുക, എന്നൊരു കാര്യമില്ല. എന്തായാലും ഇനി നേരെ റൂമൊക്കെ പിടിച്ചാൽ ഇനി റൂമൊക്കെ എത്തുമെന്നും അറിയില്ല. റൂമിൽ നിന്ന് പോകുന്നത് തന്നെ കുറേ ചുറ്റും വളഞ്ഞു കണ്ടാണ് ഇവിടെ എത്തിയത് തന്നെ. ഇനിയിപ്പോൾ എന്തായാലും നേരെ റൂമൊക്കെ പിടിച്ചാൽ നാളത്തെ സ്ഥിതി എന്താവോ നോക്കാം.